നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞ ഗോൾഡിനെ കുറിച്ചാണ്. സ്വർണത്തെക്കുറിച്ച് നിങ്ങൾ കുറച്ച് അറിവ് പറഞ്ഞു തരിക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. പല ആളുകളും സ്വർണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ. അപ്പോൾ നാളെ വില കൂടുകയോ കുറയോ എന്നൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടാവും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നാളെ സ്വർണത്തിന് വില കൂടുമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് കൂടുമോ. ഇതിന് കാരണമുണ്ട്, പല ആളുകൾക്കും സ്വർണം വാങ്ങിക്കുമ്പോൾ ഒരുപാട് വാങ്ങിക്കാണ്ടാവും. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വാങ്ങിക്കുമ്പോൾ വില കുറയുകയാണെങ്കിൽ ഒരുപാട് മാറ്റം വരും. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുക? എന്തുകൊണ്ടാണ് സ്വർണത്തിന് വില കുറയുന്നത്, എന്തുകൊണ്ടാണ് സ്വർണത്തിന് വില കൂടുന്നത് എന്ന് മനസ്സിലാക്കുക. ആദ്യം നമ്മൾ പഠിക്കേണ്ട സ്വർണത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് സ്വർണ്ണം നിന്ന് 18 ക്യാരറ്റ് ഉണ്ട്, 22 ക്യാരറ്റ് ഉണ്ട്, 24 ക്യാരറ്റ് ഉണ്ട്. എന്താണ് 18 ക്യാരറ്റ്? അതായത് 75% സ്വർണം, ബാക്കിയുള്ള ലോഹം ചേർത്തുണ്ടാക്കുന്നതാണ് 18 ക്യാരറ്റ്. ഈ സ്വർണത്തിന് പൊതുവെ വില കുറവായിരിക്കും. പിന്നീട് ഉള്ളതാണ് 22 ക്യാരറ്റ്. 22 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ജ്വല്ലറി പോയിട്ട് വാങ്ങിക്കുന്ന സംഭവമാണ് 22 ക്യാരറ്റ്. അതിപ്പോൾ 916 എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. 916 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നമ്മളെ നിർബന്ധ കാര്യമാണ്. നമ്മൾ പലപ്പോഴും ജ്വല്ലറി സ്വർണ്ണം മേടിക്കുമ്പോൾ 916 ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. 916 ഉള്ള സ്വർണ്ണം എന്ന് പറഞ്ഞാൽ 9.16 സ്വർണ്ണം, അതുപോലെ മറ്റു ഭാഗം ലോഹം ചേർത്തിട്ടാണ് ആഭരണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചെമ്പൊക്കെയാണ് ചേർക്കുന്നുണ്ടാകുക. എന്താണ് ഈ മറ്റു ലോഹം ചേർക്കാൻ കാരണം എന്ന് വെച്ചാൽ, സ്വർണം കൊണ്ട് മാത്രമായിട്ട് ഒരിക്കലും ആഭരണം ഉണ്ടാക്കുന്നില്ല, അത് പൊട്ടിപ്പോവും. അതാണ് സംഭവം. അപ്പോൾ അതിന് കുറച്ച് ബലം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്പൊക്കെ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മേടിക്കുന്നത് 916 സ്വർണ്ണമാണ്. പിന്നെ അതുപോലെ അടുത്തതാണ് 24 ക്യാരറ്റ് സ്വർണ്ണം. അതെങ്ങനെയാ വെച്ചാൽ പ്യുവർ ഗോൾഡ് ആയിരിക്കും. അതായത് അതുകൊണ്ട് ആഭരണം ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ഈ ബാറൊക്കെ, സ്വർണ്ണത്തിൻ്റെ ബാറ്, അതുപോലെ സ്വർണ്ണത്തിൻ്റെ കോയിൻസ് ഒക്കെ ആയിട്ടാണ് ഈ 24 ക്യാരറ്റ് കിട്ടുക. അത് നമ്മൾ നിലവിൽ പവനെന്താ വില എന്ന് പറയുമ്പോൾ ആ വിലയെക്കാട്ടും കൂടുതൽ റേറ്റ് ആയിരിക്കും അതിന് വരിക. മറ്റേ 18 ക്യാരറ്റിന് ഇതിനായിട്ട് റേറ്റ് കുറവായിരിക്കും. പൊതുവെ ഒരു പവൻ എന്താ വില, നമ്മൾ ഒരു ഗ്രാമിന് എന്താ വില എന്നൊക്കെ പറയുന്നത് 22 ക്യാരറ്റ് സ്വർണ്ണത്തിലാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ സ്വർണ്ണത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി എന്നൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് സ്വർണ്ണത്തിന് വില കൂടുന്നതും കുറയുന്നതും എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. കാരണം സ്വർണ്ണം വിൽക്കാൻ ആഗ്രഹിക്കുന്നവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇതൊക്കെ മനസ്സിലാക്കാം. ആദ്യം സ്വർണ്ണത്തിന് വില കൂടുന്നത് എങ്ങനെയെന്ന് നോക്കാം. സ്വർണ്ണത്തിന് വില കൂടാൻ കാരണം, അതായത് യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കൂടും. ഇപ്പോൾ യുക്രൈൻ റഷ്യ യുദ്ധം വന്നു, സ്വർണ്ണത്തിന് കണ്ടില്ല നല്ല കൂടിപ്പോയി, റേറ്റ് കൂടി. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല ആളുകളും സ്വർണ്ണത്തിലേക്ക് നിക്ഷേപം മാറ്റി. അതായത് പല നിക്ഷേപകരും ഡോളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. അവരെന്തെങ്കിലും ഡോളർ വിറ്റൊഴിവാക്കിയ ശേഷം ഗോൾഡിലേക്ക് മാറും. ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഗോൾഡിലേക്ക് മാറും. പിന്നീട് എന്ത് ചെയ്യും, ഈ യുദ്ധമൊക്കെ ഒന്ന് അവസാനിക്കുകയും അല്ലെങ്കിൽ ഒന്ന് മൊത്തത്തിൽ അമേരിക്കയുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൂടി ഡോളർ ഒന്ന് മെച്ചപ്പെടാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർണ്ണത്തിന് വില കുറയും. അപ്പോൾ നീ നിക്ഷേപകരൊക്കെ എന്ത് ചെയ്യും, ഡോളർ വാങ്ങിച്ചു തുടങ്ങും. അതായത് വില കുറയുമ്പോൾ വാങ്ങിച്ചിട്ട് വില കൂടുമ്പോൾ വിൽക്കുന്ന ഒരു സിസ്റ്റമാണ് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വർണ്ണത്തിൻ്റെ പല കാര്യങ്ങളുണ്ട്. പിന്നെ സ്വർണ്ണത്തിന് നമ്മൾ ശരിക്കും ആരാണ് വിലയിടുന്നത്, അത് നമ്മളെല്ലാവരും സംശയം ഉണ്ടാവും. സ്വർണ്ണത്തിന് കേരളത്തിൽ തന്നെ കേരള ഗോൾഡ് ആൻഡ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ അവരാണ് ദിവസവും സ്വർണ്ണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത്. സ്വർണ്ണത്തിന് വില കൂടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് സ്വർണ്ണത്തിന് രൂപയുടെ മൂല്യം കുറയുമ്പോൾ സ്വർണ്ണത്തിന് വില വർദ്ധിക്കും. കാരണം സ്വർണ്ണം നമ്മൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ സ്വർണ്ണം എപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന ഡോളറിലാണ്. അപ്പോൾ ഇന്ത്യയിലെ സ്വർണ്ണത്തിന് വില കൂടാനുള്ള പ്രധാന ഒരു കാരണം പറഞ്ഞാൽ രൂപയുടെ മൂല്യം ഇടിയുന്നതാണ്. രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ സ്വാഭാവികമായും സ്വർണ്ണത്തിന് വില വർദ്ധിക്കും. സ്വർണ്ണത്തിൽ നിക്ഷേപിക്കുക എന്നുള്ളത് വളരെയധികം നല്ലൊരു കാര്യമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സ്വർണ്ണം എപ്പോഴും ക്യാഷ് ആക്കാൻ വളരെ എളുപ്പമാണെന്നാണ്. നമ്മൾ കയ്യിലുള്ള സ്വർണം പെട്ടെന്ന് തന്നെ ക്യാഷ് ആക്കാൻ പറ്റുന്നത് കൊണ്ടാണ് സ്വർണ്ണത്തിന് ഇത്ര ഡിമാൻഡും ഇത്ര വിലയും വർദ്ധിച്ചു വരുന്നത്. ഇനി ഒരുപാട് വർഷമൊന്നും വേണ്ട, 2-3 വർഷത്തിൽ തന്നെ 1 ലക്ഷം രൂപയിലോട്ടൊക്കെ സ്വർണം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വർണം നമ്മൾ പഴയ കാല ഒരു 2010 എടുക്കുകയാണെങ്കിലും 2005 എടുക്കുകയാണെങ്കിലും അപ്പോഴത്തെ സ്വർണ്ണത്തിന് വിലയും ഇപ്പോഴത്തുള്ള മാറ്റം വന്നാൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ സ്വർണം വാങ്ങിച്ചു വെക്കുന്നത് കുറച്ച് കാലത്തിനൊക്കെ ഏറ്റവും നല്ലത് തന്നെയാണ്. നല്ലൊരു എമൗണ്ടിലേക്ക് കുറച്ച് കാലം നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. സ്വർണം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ജ്വല്ലറി പോയിട്ട് ഉള്ള സ്വർണം വാങ്ങിച്ചു വെക്കുകയല്ല, ഗോൾഡ് കോയിൻ, അതുപോലെ ഡിജിറ്റൽ ഗോൾഡൊക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് കൊണ്ട് ഒരുപാട് ഉപകാരമാണ്. അപ്പോൾ സ്വർണ്ണത്തെക്കുറിച്ച് ഇതൊക്കെയാണ് പറയാനുള്ളത്. സ്വർണം വില കുറയുന്നതും വില കൂടുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒന്നാമത് പറഞ്ഞാൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് എന്തായാലും വില വർദ്ധിക്കും. അതുപോലെ ഡോളർ കരുത്താർജിച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വില കുറയും. അമേരിക്കയിൽ ഇപ്പോൾ റൊണാൾഡ് ട്രംപൊക്കെ വന്നതുകൊണ്ട് തന്നെ സ്വർണ്ണത്തിനൊരു വില ഇപ്പോൾ അടുത്ത് തന്നെ ഒന്ന് കുറഞ്ഞു, ഡോളർ ഒന്ന് കയറുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ മാറ്റങ്ങൾ വരും. ഇനി സ്വർണ്ണത്തിന് ചിലപ്പോൾ കുറച്ച് വില കുറയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കുറഞ്ഞാലും ഭാവിയിൽ നല്ലൊരു മുന്നേറ്റം തന്നെ സ്വർണ്ണം നടത്തുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. സ്വർണ്ണം കയ്യിൽ സുരക്ഷിതമായി വെക്കുക,
അത് നല്ലൊരു എമൗണ്ടിന് നിങ്ങൾക്ക് ഭാവിയിലൊക്കെ ക്യാഷാക്കി മാറ്റാവുന്നതൊക്കെയാണ്. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിടിലൻ അറിവുകളുമായി ഞാൻ വീണ്ടും വരും. വീഡിയോ ഇഷ്ടം തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. സ്വർണ്ണമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. അതൊരു ഗുഡ് ബൈ.